Hello guys, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തത്തക്കുഞ്ഞുങ്ങൾക്ക് കടിക്കാനുണ്ടാവുന്ന ടെൻഡൻസിയെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള തത്തക്കുഞ്ഞുങ്ങൾ കൊത്താനുണ്ടാവുന്ന റീസൺസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അതുപോലെ ഈ കൊത്തൽ മാറ്റാനുള്ള കുറച്ച് സൊല്യൂഷൻസ് അല്ലെങ്കിൽ കുറച്ച് ടിപ്സും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തികച്ചും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മൾ അപ്പോഴപ്പോഴായിട്ട് ഇടുന്ന ഈ പെറ്റ്സ് റിലേറ്റഡ് ഉള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്തേക്കണം. ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യം മുതൽക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻ അനുസരിച്ചാണെന്ന് ഞാൻ ചാനലിൽ ആദ്യം മുതൽക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ വീഡിയോസിന് താഴെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ടോപ്പിക്സിനെ പറ്റിയാണ് വീഡിയോസ് വേണ്ടതെന്ന് ഉറപ്പായും കമൻറ്റ്സ് ഇടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തണം. ഓക്കെ, നിങ്ങൾക്ക് മറന്നു പോകുന്നു തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചത്. അത് കൂടാതെ തന്നെ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഓക്കെ, നമ്മൾ അത്രയ്ക്ക് വലിയ പ്രൊഫഷണൽസ് ഒന്നുമല്ല. നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് ചൂണ്ടിക്കാണിക്കാൻ 100% യോഗ്യർ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യണം. നമ്മളത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ 100% മാറ്റുന്നതായിരിക്കും. ഇപ്പോൾ അതുപോലെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് ആയിട്ടായിരുന്നു, നമ്മുടെ ഈ ബെല്ലൈക്കണിൻ്റെ സൗണ്ട് മണിയടി ശബ്ദം ഒന്ന് കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ പറ്റുന്നതാണ് നമ്മൾ, കാരണം തുടക്കക്കാരാണല്ലോ, നമ്മൾ വലിയ പ്രൊഫഷണൽസ് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. തത്തക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്, ബ്രോ ഈ തത്തക്കുഞ്ഞുങ്ങളെ കടി എങ്ങനെ മാറ്റാം? ഇത് കുഞ്ഞിലെ എടുത്ത് വളർത്തിയല്ലേ, പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് കടിക്കുന്നത്, അതിൻ്റെ റീസൺ എന്താണ്? അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വാട്സാപ്പിലും വീഡിയോസ് താഴെ കമൻറ്റ് ആയിട്ടൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഇങ്ങനെ കടിക്കുന്നതിൻ്റെ കാരണവും അതുപോലെ തന്നെ ഇതിന് ഒരു പ്രതിവിധിയും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, പൊതുവെ തത്തക്കുഞ്ഞുങ്ങൾ ഒരു 2 മാസം 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കടിക്കുന്ന ഒരു ടെൻഡൻസി കാണിച്ചു വരാറുള്ളതാണ്. അത് അവരുടെ ജെനറ്റിക് ആയിട്ടുള്ളതാണ്, കടിക്കുന്ന ആ ഒരു ടെൻഡൻസി കാണിച്ചു വരും. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ നല്ല ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു കടിക്കുന്ന ടെൻഡൻസി മാറി നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടേംഡ് ആയിട്ടുള്ള തത്തയായി മാറും. പക്ഷേ ആ ഒരു ടൈം, അതായത് 2 മാസം 3 മാസം ഈ ഒരു ഏജിലാണ് പലർക്കും ഇങ്ങനെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ പലർക്കും അബദ്ധങ്ങൾ പറ്റാറ്. കൂടുതൽ കെയർ കൊടുക്കാതെ ഈ ഒരു ഏജിൽ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ കൊത്തൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ടിൽ ദ എൻഡ് ഇത് കൊത്തിക്കൊണ്ട് തന്നെ കടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 2-3 മന്ത്സ് ഈ സമയത്ത് നല്ല കെയർ കൂടെ നല്ല ടേം ചെയ്യുകയാണെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ നന്നായിട്ട് ഇണങ്ങി തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ, തത്തക്കുഞ്ഞുങ്ങളെ ബോക്സിലായിരിക്കും വളർത്തുന്നത്. അപ്പോൾ ഈ ബോക്സിൽ നിന്ന് കേജിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടൈമിലായിരിക്കും ഇവർ ഈ കടിക്കാനുള്ള അല്ലെങ്കിൽ കൊത്താനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. അത് വേറൊന്നുമല്ല, 2 മാസം 3 മാസമൊക്കെ ആകുമ്പോഴാണ് തത്തക്കുഞ്ഞുങ്ങൾക്ക് പറക്കുന്ന ടൈം ആവുന്നത്. അപ്പോൾ തന്നെയാണ് നമ്മൾ ബോക്സിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് കേജിലോട്ട് മാറ്റുന്നത്. പക്ഷേ പെട്ടെന്ന് നമ്മൾ ഈ ബോക്സിൽ നിന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് കേജിലോട്ട് വെക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് ഇവരുടെ മൈൻഡിലൊരു പേടി ഉണ്ടാവുകയാണ്, ഇവർക്കൊരു അൺസെക്യൂർനെസ് ഫീൽ ചെയ്യുകയാണ് നമ്മൾ കേജിലോട്ട് മാറ്റുമ്പോഴത്തേക്ക്. അതാണ് ഇവർ ദേഷ്യമായിട്ട് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോക്സിൽ നിന്ന് കേജിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും കടി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊത്തൽ തുടങ്ങുന്നത്. നമ്മൾ ഈ കേജിനകത്തൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് പോകുമ്പോഴായിരിക്കും നിങ്ങളെ കൊത്തുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്, ഒരു അൺസെക്യൂർനെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. കേജിനകത്ത് തത്തക്കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാൽ നിങ്ങൾ കൈ അതിനകത്തിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്ത് അവർക്ക് ഒരു കാരണവശാൽ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേജിനകത്ത് 2-3 മാസം കഴിഞ്ഞ് കേജിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ട്രെയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ അതിനെ പുറത്തെടുത്തതിന് ശേഷം മാത്രമേ, പുറത്ത് ഇറക്കിയെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രെയിൻ ചെയ്യാവൂ. അതുപോലെ തന്നെ ഗൈസ്, ഈ ഹാൻഡ് ടേം ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയും അതുപോലെ തത്തയുമായിട്ട് ഉള്ളൊരു ബോണ്ടിങ്ങാണ് വേണ്ടത്, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. അതായത് നമ്മുടെ കൈ പേടിച്ചിട്ടാണ് അത് കടിക്കാൻ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേം ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ കൈ കാണുമ്പോൾ തത്തയ്ക്ക് ഉണ്ടാകുന്ന പേടിയാണ്. അപ്പോൾ അത് മാറ്റുന്നതിനായിട്ട് സംഭവം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു കുറേ ടൈമിൽ കേജിനകത്ത് വെക്കാതിരിക്കുക. 2 മാസം 3 മാസം ആ ഒരു ഏജ് സമയത്ത് മാക്സിമം നിങ്ങൾ പുറത്ത് തന്നെ വെക്കുക, പുറത്ത് നിങ്ങളുടെ കയ്യിലിരുത്തുകയും അതുപോലെ തന്നെ തോളിലൊക്കെ വെക്കുക ചെയ്യുക. ഈ ഒരു ഏജ് 3 മന്ത്സ് 2 മന്ത്സ് ആ ഒരു ടൈമിൽ മാക്സിമം നിങ്ങൾ പുറത്തിട്ട് ഒന്ന് ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ കൈയായിട്ടുള്ള പേടി മാറിയാൽ പിന്നെ ലൈഫ് ലോങ് നമ്മളോട് നന്നായിട്ട് ടേം ചെയ്ത് നന്നായിട്ട് ഇണങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ പേടി എങ്ങനെയാണ് മാറുന്നത് വെച്ചാൽ പതിയെ നമ്മൾ കൈ അടുത്തോണ്ട് പോയിട്ട് അപ്പോഴപ്പോഴേ കയ്യിലെടുക്കുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ പലരും കൈ കൊണ്ട് കാണിക്കുന്നത്, പലരും തത്തക്കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് കൈ കാണിക്കുന്നത് ഇങ്ങനെ ഒരു 4 ഫിംഗർ, ഈ 4 ഫിംഗർ വെച്ചിട്ടാണ് തത്തക്കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുന്നത്. ഒരു കാരണവശാൽ ഈ 4 ഫിംഗർ കാണിച്ചു കൊടുക്കരുത്. 4 ഫിംഗർ ആയാലും ഒരു വിരലുണ്ടല്ലോ, വിരലുകളൊന്നും നിങ്ങളുടെ തത്തക്കുഞ്ഞുങ്ങൾ കാണിച്ചു കൊടുക്കരുത്. വിരലുകൾ കാണിച്ചു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരെ അവർ കടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാരണവശാൽ നിങ്ങൾ തത്തക്കുഞ്ഞുങ്ങൾക്ക് ഈ വിരലുകളൊന്നും കാണിച്ചു കൊടുക്കരുത് എടുക്കാൻ നേരത്ത്. കയ്യിൽ നിങ്ങൾ തത്തക്കുഞ്ഞുങ്ങൾ എപ്പോൾ എടുക്കാൻ പോയാലും കൈ ഇങ്ങനെ വെച്ചെടുക്കുക, ഒന്നുകിൽ ഇങ്ങനെ വെച്ചെടുക്കുക, ഈ കൈ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഒരു തം ഫിംഗർ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ
എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഈ കൈ ഇങ്ങനെ പഞ്ച് ചെയ്യാൻ പോകുന്നതിൽ കൈ ഫുള്ള് ഫിംഗേഴ്സ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഈ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം വെച്ച് എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ മാത്രമേ ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ വിരൽ കാണിച്ചു കൊടുക്കരുത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് തത്തക്കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ ചില ടച്ച് ചെയ്യാൻ പറ്റാത്ത പാർട്സ് ഉണ്ട്. അതായത് നമ്മുടെ ഈ കൈ കൊണ്ട് അവരുടെ ആ സ്ഥലങ്ങളൊക്കെ തൊട്ടാൽ അവർക്ക് ഇഷ്ടമില്ല. അതെന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ചിറകുകൾ. ഒരു കാരണവശാലും നമ്മുടെ കൈ കൊണ്ട് അവരുടെ വിങ്സിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ്. നിങ്ങൾ വിങ്സിൽ ടച്ച് ചെയ്താൽ ഉറപ്പായും തത്തകൾ കടിക്കും. അപ്പോൾ നമ്മൾ അവരുടെ ഒരു സംഭവം വെച്ചാൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഒരു ബിഹേവിയറുടെ മനസ്സിലാക്കി വേണം നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട്. അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അവർക്ക് ഇഷ്ടമില്ലാത്ത പാർട്സിൽ തൊടാതിരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ വിങ്സിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെയാണ് വാലും. ചിലരിങ്ങനെ വാലിലൊക്കെ തൊടുന്നത്. ഒരു കാരണവശാൽ നിങ്ങൾ വാലിൽ തൊടാൻ പാടില്ല. വാലിൽ തൊട്ടാൽ ഒരുപാട് ദേഷ്യം പിടിക്കുകയും പെട്ടെന്ന് കടിക്കുകയും ചെയ്യും. അപ്പോൾ വാലിൽ തൊടാൻ പാടില്ല, അതുപോലെ തന്നെ വിങ്സിലും തൊടാൻ പാടില്ല. നിങ്ങൾക്ക് തലയിലെ മുകളിൽ ഇങ്ങനെ തടവി കൊടുക്കുക, അത് കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള പാർട്സ് അതായത് വിങ്സ്, ടെയിൽസ് അതൊന്നും തൊടാൻ പാടില്ല. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഓക്കെ, പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ തത്തകൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിലായിരിക്കുമ്പോഴത്തേക്ക് ഏർപ്പെടുത്തിയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും കൈ കൊണ്ട് വെച്ച് കൊടുക്കരുത്. എന്നാൽ പെട്ടെന്ന് കടിക്കും. അതായത് ഫുഡ് കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോഴത്തേക്ക്, അതുപോലെ തന്നെ എന്താണ് അവരുടെ ഫെദേഴ്സിനകത്തുള്ള ഈ അഴുക്കുകളൊക്കെ തട്ടിക്കളയുന്ന സമയത്ത് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് വർക്ക്സ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ കൊണ്ട് വെച്ചെടുത്തിട്ട് ഉറപ്പായും കടിച്ച് കയ്യെ നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാതിരിക്കുക. ഫെദേഴ്സിനകത്തുള്ള പൊടിയൊക്കെ തട്ടിക്കളയുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് വെച്ചെടുത്താൽ പെട്ടെന്ന് കടിക്കും. കാരണം അതൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കൈ കൊണ്ടുപോയി ഉറപ്പായും കടിക്കും. അതിൻ്റെ മൂഡ് അനുസരിച്ച് വേണം നമ്മൾ കൈയൊക്കെ കൊണ്ടുപോയി എടുക്കാനായിട്ട്. അങ്ങനെ ഈ നല്ല മൂഡിൽ എടുത്ത് കുറേ ആകുമ്പോഴത്തേക്ക് പിന്നെ ഏത് സമയം വന്നാലും നിങ്ങൾ നന്നായിട്ട് ഇണങ്ങിയിരിക്കും. ഓക്കെ, പിന്നെ കൈസ് ഈ കൈ കൊണ്ട് തത്ത എടുക്കാൻ പോകുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യം, നിങ്ങൾ കൈ കൊണ്ട് പോയിട്ട് അപ്പോഴപ്പോഴും അങ്ങനെ അതിൻ്റെ വാ തുറക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾ കൈയെ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയരുത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേടിയുണ്ടാകും. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും കൈ കൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ കൊത്താൻ വേണ്ടിയില്ല, കടിച്ച് കയറാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് പലരും ധാരണ വെച്ചാൽ കൊത്താൻ വരുന്നതാണ്. അങ്ങനെ വിചാരിച്ച് കൈ പെട്ടെന്ന് തന്നെ എടുക്കുമ്പോഴത്തേക്ക് അതിന് ദേഷ്യം പിടിക്കും. പിന്നെ അങ്ങനെ ഈ കടിക്കാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ കൈ എടുത്ത് മാറ്റി തത്തക്കുഞ്ഞല്ലേ കടിച്ചാൽ തന്നെ പതിയെ കടിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ അപ്പോഴപ്പോഴും ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ദേഷ്യം പിടിക്കുകയാണ്, അതാണ് കടിക്കുന്നത്. ഓക്കെ, കൈ അതിന് പേടിയാവുകയാണ് അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ പേടി തോന്നിയിട്ടാണ് അത് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക, അതും ഒരു കാരണമാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾ ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം വരണമെന്നില്ല. നിങ്ങൾ ചെയ്ത് അതായത് ഒരു കണ്ടിന്യൂസ് 2-3 മന്ത്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ, കുറച്ച് സമയം അതിന് സ്പെൻഡ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് ട്രെയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് ഇണങ്ങി ലൈഫ് ലോങ് നന്നായിട്ട് ഇണങ്ങിയിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദം വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇപ്പോൾ റോഡ് ടു 10K ആണ്, 10K പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ പിന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഔട്ട് ഫ്രം യുവർ സൊല്ലി പെറ്റ്സ് ട്യൂബ്.